ജികുമാർ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്ന ഘട്ടത്തിൽ മലയാള സിനിമ സ്വയം നവീകരിക്കപ്പെടുമെന്ന് കരുതാനുള്ള ഒരു സാഹചര്യമില്ലല്ലോ. അപ്പോൾ സർക്കാരിന്റെ ഇടപെടലാണ് പ്രധാനപ്പെട്ടത്. അതിന് ഇനിയുള്ള കടമ്പകൾ എന്തൊക്കെയായിരിക്കും വിജയകുമാർ? ഉന്മേഷ്, ഇതിൽ നിയമപരമായ ഇടപെടലാണ് അനിവാര്യമാകുന്നത്. ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് ജസ്റ്റിസ് കെ ഹേമ ഒരു പരാമർശം നടത്തുന്നുണ്ട്. രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമത്തിനും ഇടമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് സിനിമാ സെറ്റുകളിൽ ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ എന്തുമാകും, ഒരു നിയമവും ബാധകമല്ല. അവിടെ ആരെന്തു കുറ്റം ചെയ്താലും അവർക്കെതിരെ നടപടിയെടുക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ ആരുമില്ലാത്ത ഒരു ലോകം. അതാണ് ഈ സിനിമാ സെറ്റുകൾ എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റിസ് കെ ഹേമ അവർക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു കാര്യം കൂടി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് പറയുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ടുന്ന നിരവധി വിഷയങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നടക്കുന്നുണ്ട് സിനിമയിൽ എന്നത് അവിടെ പഠനം നടത്തി അവിടെ പഠിച്ച് അവിടുത്തെ വിഷയങ്ങൾ വിശദമായി പരിശോധിച്ച സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയിരിക്കുകയാണ്. 2019 ഡിസംബർ 31 ആ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുത്തതാണ്. കാലം ഇത്രയും വർഷം കഴിഞ്ഞു, അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് തന്നെയല്ല, അതിഗുരുതരമായ സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം ഈ ലൈംഗികാതിക്രമം പോലെയുള്ള പ്രശ്നങ്ങൾ, അതിൽ ഈ മൊഴി കൊടുത്തിരിക്കുകയാണ്. അതിനിരയാക്കപ്പെട്ടവർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തിരിക്കുകയാണ്. ആ മൊഴി അടക്കമാണ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ. ആ മൊഴി അടക്കമുണ്ട്, അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളുണ്ട്. ആര്, എവിടെ, എപ്പോഴെന്നതൊക്കെ അതിൽ വിശദമായി പറയുന്നു. ഓഡിയോ വീഡിയോ എവിഡൻസ്, തെളിവുകൾ ഈ റിപ്പോർട്ടിനൊപ്പം കമ്മിറ്റി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമ്പൂർണ്ണമായ ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ടാണ് സർക്കാരിൻ്റെ കൈവശമുള്ളത്. നമുക്കറിയാം, മാധ്യമ പ്രവർത്തകർ നമ്മളൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു കിട്ടുമോ എന്നത് സംബന്ധിച്ച് വലിയ അന്വേഷണം നടത്തി. അതിൽ ഒടുവിൽ വിവരാവകാശ നിയമപ്രകാരം അതിന്മേൽ അപേക്ഷ കൊടുക്കുന്നു. കമ്മീഷൻ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിടുന്നു. അതിനുശേഷം കോടതിയിലേക്ക് ചിലരെത്തുന്നു. ഇതുമായി ബന്ധമില്ലാത്തവരും ബന്ധമുള്ളവരും ഒക്കെ കോടതിയിലേക്ക് എത്തുന്നു. റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ അതിന് ഏറ്റവും ഒടുവിൽ അത്തരമൊരു ശ്രമത്തെ തകർത്തുകൊണ്ട് കോടതി അതിന്മേൽ കൂടുതൽ വാദത്തിനില്ല, റിപ്പോർട്ട് പുറത്തുവിടണം എന്ന നിലപാടെടുത്തു. അപ്പോൾ ഈ ആളുകളുടെ പേരും അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ഒഴിവാക്കി 233 പേജുകൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ 233 പേജുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എത്ര ഗുരുതരമായ നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടക്കുന്നത് എന്നത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു തൊഴിൽ മേഖലയിലും ഇത്രയും കൊടിയ ലൈംഗിക ചൂഷണം നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം അവർ പറയുന്നത്, ഒരു ഡോക്ടറിനോ ഒരു എഞ്ചിനീയർക്കോ ഒരു ടീച്ചറിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ തരത്തിൽ ജോലി ചെയ്യേണ്ട ഒരാൾക്കോ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ കൂടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ഉണ്ടാകുന്നില്ല എന്നത്. നോക്കൂ, എത്ര ഗുരുതരമായ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഒരു നടിക്ക് അവരുടെ സിനിമാ സെറ്റിലേക്ക്, അവരുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അവരുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആളിനെ, അച്ഛനെ അല്ലെങ്കിൽ സഹോദരനെ കൊണ്ടുപോകേണ്ടി വരുന്നത്? അവർക്ക് അവിടെ സുരക്ഷയില്ല എന്നതുകൊണ്ടാണ്. സുരക്ഷയില്ലാത്ത സാഹചര്യം പറയുന്നുണ്ട്. അവർ താമസിക്കുന്ന ഹോട്ടലിൽ രാത്രി ഈ ആളുകളുടെ എന്ന് വെച്ചാൽ താരങ്ങളെ മാത്രമല്ല പലരുണ്ട്, അവരുടെ വാതിൽ മുട്ടുന്നു. അത് ഒരു സമയത്ത് അത് വാതിൽ പൊളിച്ചകത്ത് കടക്കുമോ എന്ന് ഭയം അവർക്കുണ്ടാകുന്നു. ലഹരിയുടെ അങ്ങേയറ്റത്തെ ഉന്മാദാവസ്ഥയിലായിരിക്കും ഈ പുറത്ത് ഈ ഇടിക്കുന്ന വാതിൽ ചവിട്ടി പൊളിക്കാൻ തുടങ്ങുന്ന ആളുകൾ എന്നവർ പറയുന്നു. അത്തരം സാഹചര്യങ്ങൾ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഒരാളെ ഈ ലൊക്കേഷനിലേക്ക് ഒപ്പം കൂട്ടുന്നത് എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. കമ്മിറ്റി ഇത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ. ഇപ്പോൾ ഒരു നടി ഒരു മൊഴി കൊടുത്തതിനെ പറ്റി കമ്മിറ്റി പറയുന്നത്, അതിന് തലേന്ന് ആ താരവുമായി ഒരു ആർട്ടിസ്റ്റുമായി അങ്ങേയറ്റം മോശമായ സാഹചര്യം ഉണ്ടാകുന്നു. അയാളുടെ ഇംഗിതത്തിന് ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ അവർക്ക് അതിനെ ചെറുക്കേണ്ടി വരുന്നു. പിറ്റേന്ന് അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഏറ്റുമുട്ടി ആ താരത്തോടൊപ്പം അയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരുന്നു ഈ വനിതാ താരത്തിന്. അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ടേക്കുകൾ ഓക്കെ ആവുന്നില്ല, 17 തവണ റീടേക്ക് എടുക്കേണ്ടി വന്നു. സംവിധായകൻ അവരെ ശകാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതേ മാനസികാവസ്ഥയിൽ ഈ മെയിൽ ആർട്ടിസ്റ്റ് അവരോട് ബിഹേവ് ചെയ്യുന്നു ലൊക്കേഷനിൽ എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴിയായി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, അവർക്ക് ലഭിക്കുന്ന വീഡിയോകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ എത്ര മോശമായാണ് ഈ താരങ്ങളെ സഹപ്രവർത്തകരായ ആളുകൾ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ അതിൽ
ഇപ്പോൾ താരങ്ങൾ മാത്രമല്ല, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, സാങ്കേതിക പ്രവർത്തകർ, അങ്ങനെ ഒരു നിര തന്നെ ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയുണ്ട്. ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം സിനിമയിലേക്ക് എത്തുന്നവരുണ്ട് എന്നാണ് കമ്മിറ്റി കണ്ടെത്തി അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക, ഈ രണ്ട് വാക്കുകളാണ് മലയാള സിനിമയിലെ വനിതാ താരങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടതെന്നാണ് കമ്മിറ്റി പറയുന്നത്. അപ്പോൾ നിരന്തരമായി ഒരു വനിത സിനിമയുടെ ഭാഗമാകുമ്പോൾ എത്തുന്ന ഡേ 1 മുതൽ ഇതാണ് അവർ കേൾക്കേണ്ടത്: വിട്ടുവീഴ്ച ചെയ്യണം, സഹകരിക്കണം. അപ്പോൾ ഇത് ശീലമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ വന്ന ആളുകൾ, താരങ്ങളൊക്കെ വലിയ ആളായത് അവർ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തും സഹകരിച്ചുമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അത് ഈ പുതിയ ജനറേഷനിലേക്കൊക്കെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു, ആ വഴിയിലൂടെ നിങ്ങളും പോകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളും വലിയ വലിയ താരങ്ങളാകും, വലിയ വലിയ ആളുകളാകും എന്ന് പറയണം. അപ്പോൾ മലയാള സിനിമയെ പറ്റി ഇവർ ഈ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ്. അവിടെയാണ് കമ്മിറ്റി പറയുന്നത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ട, നിയമ നടപടി പോകേണ്ടുന്ന എത്രയോ സംഭവങ്ങൾ ഇതിനോടകം ആ കമ്മിറ്റിക്ക് മുൻപാകെ വന്നിട്ടുണ്ട്. അതൊക്കെ 2019 ഡിസംബർ 31 തന്നെ 2020 തന്നെ മുഖ്യമന്ത്രിയുടെ പക്കൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. പക്ഷേ നമ്മളെ അതിശയിപ്പിക്കുന്നത് ഇത്രയും ഗുരുതരമായ നിയമലംഘനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലൈംഗിക ചൂഷണത്തിൻ്റെ മൊഴികളടക്കം ഇരയാക്കപ്പെട്ടവർ പറഞ്ഞതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ സർക്കാരിൻ്റെ പക്കൽ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാതെ പോകുന്നത്? ഇപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അറിഞ്ഞു കേട്ടാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നതാണ് നമ്മളുടെ നിർഭയ കേസിന് ശേഷമുള്ള രാജ്യത്തെ ഒരു സാഹചര്യം എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇത്രയും ക്ലിയറായ വ്യക്തമായ തെളിവുകളടക്കം സർക്കാരിൻ്റെ മുന്നിൽ ഒരു റിപ്പോർട്ടായി വന്നിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല. ഇപ്പോഴിതാ ഒരു കോൺക്ലേവിനെ പറ്റി പറയുന്നു. കോൺക്ലേവ് ആണോ ഒരു ട്രിബ്യൂണലാണോ ആദ്യം വേണ്ടത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഈ പരാതികളൊക്കെ, ഈ മൊഴികൾ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് നൽകിയത് അത് സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുമുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ ഒരു ട്രിബ്യൂണൽ, അതുപോലെ ഒരു ട്രിബ്യൂണൽ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു നിയമപരമായ ഇടപെടൽ നടത്താം, അവർ സുരക്ഷിതയായിരിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആ ട്രിബ്യൂണലാണ് ആദ്യം വേണ്ടതെന്ന് കമ്മിറ്റി പറയുന്നു. അത് പറഞ്ഞത് 4 വർഷം മുമ്പാണ്. പക്ഷേ ട്രിബ്യൂണൽ ഇല്ല. നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്തോ കോൺക്ലേവ് വരാൻ പോകുന്നു എന്നാണ്. അതാണോ ആദ്യം വേണ്ടതെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. നടപടിയെടുക്കാൻ ഇത്രയും കാലം എന്തുകൊണ്ട് വൈകി, അതെന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യം സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിൽ തൃപ്തികരമായ മറുപടി നിർഭാഗ്യവശാൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഉന്മേഷ്, S. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിജയകുമാർ തുടരുക. പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തുവിടാത്ത പേജുകളാണ് കാണേണ്ടത്, ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, കുറ്റം ആര് ചെയ്താലും പേര് പുറത്തു വരേണ്ടതല്ലേ എന്നുള്ള തരത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. റിപ്പോർട്ടിന്റെ മറ്റു